ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. തമിഴ്നാട്ടിലുള്ള കോത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. കോത്തഗിരിയിലേക്ക് വേറെ റൂട്ടുകളുണ്ട്, പക്ഷേ ഞങ്ങൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ടാണ് തിരഞ്ഞെടുത്തത്. പെരുന്നാളിൻ്റെ ടൈമിലായതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കോത്തഗിരി ടൗണിൽ തന്നെയുള്ള ലക്ഷ്മി റിട്രീറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കോത്തഗിരി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ്. വളരെ അടുത്താണ് റിസോർട്ട്. അടിപൊളി റിസോർട്ടാണ്. നല്ലൊരു വൈബും അറ്റ്മോസ്ഫിയറൊക്കെയാണ് ഇവിടെ. റിസോർട്ടിലേക്ക് കടന്ന് നമ്മൾ റിസപ്ഷനിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു വയലറ്റ് കളർ പൂക്കളുള്ള മരം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഗെയിംസും പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. കുറേ ഫാമിലീസ് ഒരുമിച്ച് വന്നാലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ റൂംസ് ഇവിടെ ഉണ്ട്. പിന്നെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. റിസോർട്ടിൻ്റെ താഴെയായിട്ട് വലിയൊരു തേയിലത്തോട്ടാണ്. അവിടെ കാട്ടുപോത്തുകളും ആനകളൊക്കെ ഇറങ്ങാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതാണ് ഇൻഡോർ ഗെയിംസ് കളിക്കാനുള്ള ഏരിയ. ഇവിടെ ക്രിക്കറ്റ്, ഫുട്ബോൾ, പിന്നെ അമ്പെയ്ത്ത്, ചെറിയ കുട്ടികൾക്കുള്ള സൈക്ലിംഗ് എല്ലാം ഇവിടെ ചെയ്യാം. റിസോർട്ടിൽ കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ കോത്തഗിരി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോയി. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏത് ടൈപ്പിലുള്ള ഫുഡും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിവിടെ കിട്ടും. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷായി ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കോടനാട് കാണാൻ പോയി. കോത്തഗിരി പോലെ തന്നെ വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കോടനാട്. ഇതിന് മുൻപേ ഞങ്ങൾ പോയിട്ടുണ്ട്. കോത്തഗിരി ആയാലും കോടനാടായാലും പകലും രാത്രിയൊക്കെ നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പകൽ മുഴുവൻ കോടനാട് ഫുൾ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങളൊരു വൈകുന്നേരത്തോടു കൂടി തിരിച്ചു പോന്നു. സെയിം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്.
കോത്തഗിരിയിലെയും കോടനാട്ടിലെയും വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ട്രാവൽ വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.